അപ്പോൾ ബോർഡിൽ കണ്ടങ്ങൾ, ബോർഡിൽ വേങ്ങേരി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ അപ്പം ഇതിനൊക്കെ പറയുക? ബോർഡിൽ എക്സിറ്റ് കൊടുത്തു, പക്ഷേ നമ്മുടെ മെർജിങ് പോയിന്റിൽ എൻട്രി ആട്ടോ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് മലാപ്പുറം ആട്ടോ. അവിടെ വലിയൊരു വിഷയമുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്ക് ചെയ്താളി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മലാപ്പറമ്പ് ഓവർപാസ് ആട്ടോ, അതാ അങ്ങ് ദൂരെ കണ്ടാ ആ മലാപ്പറമ്പ് ഓവർപാസ് കഴിഞ്ഞ് നമ്മുടെ ഈ ഭാഗത്ത് വേങ്ങേരി ഭാഗത്തേക്ക് വരുമ്പോൾ എക്സിറ്റ് എൻട്രി കൊടുത്തതിൽ ഒരു അപാകത ഉണ്ടോ എന്നൊരു സംശയം കേട്ടോ. അതിന് മാത്രം വാഹനങ്ങൾ ഇവിടെ വേണ്ട, അവരൊക്കെ നമ്മുടെ എൻട്രിയിലൂടെ എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിക്കല്ലാതെ നിവൃത്തിയില്ല കേട്ടോ. താൽക്കാലികമായിട്ട് പിന്നീട് കുറേ കാലം കഴിഞ്ഞ് പരിചയമൊക്കെ ആകുമ്പോൾ മാറ്റം വരുമായിരിക്കും. എന്തായാലും വേങ്ങേരി എന്ന് പറഞ്ഞ വലിയൊരു ജംഗ്ഷന്, ബാലുശ്ശേരി പോണ വലിയൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലേക്ക് ഒരു എക്സിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സങ്കടം കേട്ടോ. അപ്പം ഇവിടെ നിൽക്കണ ഇവിടെ ഒരു എൻട്രി ആണുള്ളത്. അത് കഴിഞ്ഞ് അങ്ങനെ ആ വളവും കഴിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേങ്ങേരി ജംഗ്ഷനാണ്. അപ്പം നമ്മുടെ വേങ്ങേരി ജംഗ്ഷനിലേക്ക്, ആ ജംഗ്ഷനിൽ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ആറുവരിപ്പാതയിൽ നിന്ന് എക്സിറ്റ് അടിക്കണമെങ്കിൽ എവിടുന്ന് എക്സിറ്റ് അടിക്കണമെന്നറിയോ? മലാപ്പറമ്പിൻ്റെ അപ്പുറത്തു നിന്നായിട്ട് എക്സിറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ ബോർഡിൽ കണ്ടങ്ങൾ, ബോർഡിൽ വേങ്ങേരി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ അപ്പം ഇതിനൊക്കെ പറയുക? ബോർഡിൽ എക്സിറ്റ് കൊടുത്തു, പക്ഷേ നമ്മുടെ മെർജിങ് പോയിന്റിൽ എൻട്രി ആട്ടോ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചില്ലേ. എന്താ ഇപ്പം കഥ? അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഈ ആറുവരിപ്പാതയിൽ വലിയൊരു ജംഗ്ഷൻ വരുമ്പം ആ ഒരു ജംഗ്ഷന് മുമ്പുള്ള ഒരു ജംഗ്ഷൻ കയ്യട്ടേന്ന് വിചാരിക്കട്ടോ യാത്ര ചെയ്യുന്നവർ. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പണി നടക്കുന്ന സമയത്തൊക്കെ എക്സിറ്റ് ആയിട്ടൊക്കെ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വേങ്ങേരി ഭാഗത്തേക്ക് എക്സിറ്റ് ഇല്ലാത്ത കാഴ്ചയാട്ടോ കാണുന്നത്. ഈ മെർജിങ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറുവരിപ്പാതയിലേക്ക് എൻട്രി അടിക്കേണ്ടതാണ്. എൻട്രി അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ ഉണ്ടല്ലോ, മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ എൻട്രിയാണിത്. മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് അവിടേക്ക് എക്സിറ്റ് അടിക്കേണ്ട ഭാഗം ആ ഓവർപാസിൻ്റെ തൊട്ടപ്പുറത്താട്ടോ. അത് കഴിഞ്ഞ് ആ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ആറുവരിപ്പാതയിലേക്ക് എൻട്രി ആകേണ്ട ഭാഗമാണ് ഇത്. പക്ഷെ അതേ സമയത്ത് അത് കഴിഞ്ഞിട്ട് വേങ്ങേരി ജംഗ്ഷനിലേക്ക് എക്സിറ്റ് അടിക്കേണ്ട ഒരു ഭാഗമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. മലാപ്പറമ്പ് കഴിഞ്ഞ പാടെ തന്നെ ഒരു എൻട്രി ഉണ്ട്, പക്ഷേ അതവർ എൻട്രി ആക്കിയിട്ട് ഇത് എക്സിറ്റ് ആക്കുക എന്നുണ്ടെങ്കിൽ സംഭവം ഉഷാറായിരുന്നു കേട്ടോ. അവിടെ ഏതായാലും ഇപ്പം നിലവിൽ അവിടെ ഒരു ഒഴിവുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അവർ ആ ഒഴിവ് അവിടെ കൊടുത്തില്ല? മലാപ്പറമ്പ് ഓവർപാസ് കഴിഞ്ഞ പാടെ തന്നെ ആറുവരിപ്പാതയിലേക്ക് എൻട്രി കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരും പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് അങ്ങനെ ആക്കാനുള്ള ഇതുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് മാർക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക എടാ? ഇതിലൂടെ ഇപ്പം ഫുള്ള് എൻട്രി ആവേണ്ടവർ ഫുള്ള് എക്സിറ്റ് ആവട്ടെ. അതാണോ വരുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ വേങ്ങേരി ജംഗ്ഷൻ ലക്ഷ്യം വെച്ചിട്ട് വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ആദ്യം ഒരു ഒഴിവുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആ ഒഴിവ് ഒരു ട്യൂബുലർ മാർക്കറൊക്കെ വെച്ചിട്ട് ഇത് ആറുവരിപ്പാതയിലേക്കുള്ള എൻട്രി ആക്കി മാറ്റി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാട്ടോ ട്യൂബുലർ മാർക്കറൊക്കെ ഇങ്ങനെ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറി പല ഭാഗത്തും നമ്മൾ കാണുന്നതാണ്. ട്യൂബുലർ മാർക്കറൊക്കെ ഫുള്ള് മടങ്ങി കിടക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ ആറുവരിപ്പാതയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ഇതാണ് നമ്മുടെ മലാപ്പറമ്പിൽ നിന്ന് നേരെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് നേരെ ഇറങ്ങി സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഒഴിവുണ്ട് കേട്ടോ. പക്ഷേ ഇതായിരുന്നു ശരിക്കും നമ്മുടെ ആറുവരിപ്പാതയിലേക്കുള്ള എൻട്രി ആവേണ്ടത്. അപ്പോൾ എന്തായാലും ആ ബോർഡ് അവിടെ വെച്ചതും അതും തമ്മിൽ മാറ്റമുണ്ട്. നമ്മുടെ NHAൻ്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവരെന്നെ കണ്ടുപിടിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ. NHAൻ്റെ ആൾക്കാരാണല്ലോ പോണത്. അത് കേരള മുന്നിൽ പോയ വണ്ടി NHAൻ്റെതും
ബാക്കിൽ കേരള പൊതുമരാമത്ത് വകുപ്പും. ഇനി എങ്ങനെ കംപ്ലൈൻറ്റ് എത്തിയോ? എന്തായാലും ആ ബോർഡും അതും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഇവിടെ എൻട്രി കൊടുക്കുക, അവിടെ എക്സിറ്റ് ആക്കുക. പക്ഷെ അവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞല്ലോ. എന്തായാലും നമ്മുടെ 6 വരിപ്പാത മലാപ്പറമ്പ് ഭാഗത്തുള്ള വർക്ക് മൊത്തം ഫിനിഷിംഗ് ആണ് കേട്ടോ. അതുപോലെ സർവീസ് റോഡും എല്ലാം ഫിനിഷിംഗ് ആയിട്ട് കിടക്കുകയാണ്. ഇതുവരെ സർവീസ് റോഡൊന്നും വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഫിനിഷായി. അവിടെ അതാ ഫുട്പാത്തിൻ്റെ വർക്ക് വരെ നടക്കുന്നുണ്ട്. ഫുട്പാത്തൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്പാത്ത് നമ്മുടെ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി കേട്ടോ. യെസ്, ഡ്രെയിനേജിൻ്റെ ഹോൾസിൻ്റെ സൈഡിൽ കൂടിയാണ്. ഹോൾസ് ഇതായി ഞാൻ കാണിച്ചു തരാം. അവിടെ ഓക്കെ, ഇത് സംഭവം കുഴപ്പമില്ല കേട്ടോ. ഇത് ഏകദേശം 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡ്. ഹോൾസ് ഇതാ ഡ്രെയിനേജിലേക്കുള്ള ഹോൾസ് ഇതാ അവിടെ കണ്ടോ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറം തന്നെ ഡ്രെയിനേജിൻ്റെ മുകളിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ ഫുട്പാത്തും വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങാനും ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡ്രെയിനേജിലേക്ക് വെള്ളം ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഇതെന്തായാലും ഇങ്ങനെ ആയിരിക്കണം പരിപാടി. ഇത്ര വീതി ഇവിടെ ഏകദേശം മൊത്തത്തിൽ 8 മീറ്റർ 8ൽ കൂടുതൽ മീറ്റർ ഉണ്ടാവും ഇവിടെ. സർവീസ് റോഡ് കാരണം എങ്ങനെ ആയിരിക്കും. ഇപ്പോൾ 2 വലിയ വാഹനങ്ങൾക്ക് സൂപ്പറായിട്ട് പോകാം ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡ്രെയിനേജിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ആളുകൾ ഒരു ഭാഗത്ത് കൂടി എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. ഡ്രെയിനേജിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ മുകളിൽ കൂടി കയറ്റിയെടുക്കുമ്പോഴാണ് അത് കാണുമ്പോൾ തന്നെ ഒരു തകരാറാണ്. അപ്പം നമ്മുടെ മലാപ്പറമ്പിലുള്ള ഈ ഒരു കാഴ്ച കൂടി അങ്ങ് കാണിച്ചു തരാം കേട്ടോ. മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് നമ്മുടെ തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന ഏരിയയാണിത്. ആ ഭാഗത്തുനിന്ന് അവിടെ ഒരു ചെറിയ ബോർഡ് കാണുന്നില്ലേ, ചുവപ്പ് പൊന്നോണ, ആ ബോർഡ് ചുവപ്പ് ഉണ്ടോ, ആ ബോർഡ് കാണുന്നിടത്തുനിന്ന് ഇപ്പുറത്ത് കൂടി വന്നിട്ട് ഇതാട്ടോ ഇവിടുത്തെ സർവീസ് റോഡ് ഇതാ ഈ ഭാഗത്ത് ഇല്ല. അതിന് ബദലായിട്ട് ഇതാ അപ്പുറത്ത് കൂടി ഇതാ ചുറ്റാനൊന്നുമില്ല. അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് റൗണ്ട് അടിച്ച് വരാനേ ഉള്ളൂ ആ സർവീസ് റോഡ്. ഇവിടെ സർവീസ് റോഡ് ഇല്ല കേട്ടോ. ഇതാണ് മലാപ്പറമ്പിലേക്കുള്ള ഈ സർവീസ് റോഡ്. അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യുക. അതൊക്കെ ഇപ്പോൾ അടയ്ക്കും. അതിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് പാച്ചാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞത് അതിൻ്റെ കുറച്ച് ആ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ഭാഗത്ത് തന്നെ അവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. അതിലേ ഇറങ്ങണം കേട്ടോ. നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് ഇക്ര ഹോസ്പിറ്റല് സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് വരേണ്ട ആൾക്കാർ അവിടുന്ന് സർവീസ് റോഡിലേക്ക് മെർജിങ് പോയിൻ്റിൽ നിന്ന് ഇറങ്ങുക, എക്സിറ്റ് അടിക്കുക, ഇങ്ങോട്ട് വരിക കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ട് ആ സർവീസ് റോഡിലൂടെ വന്നിട്ട് ഇതിലെ എങ്ങനെ കയറിയിട്ട് നമ്മുടെ ഇവിടുന്ന് ജംഗ്ഷനിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ സർവീസ് റോഡിലേക്ക് കയറേണ്ടത്. ഒരുപാട് ആൾക്കാർ കേട്ടോ വഴി തെറ്റിയിട്ട് ഇവിടുന്ന് ചോദിക്കുന്നത്. മലാപ്പറമ്പ് വയനാട് ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർ അവിടുന്ന് ആ ചെറിയ റോഡ് സർവീസ് റോഡ് അല്ലാതെ കണ്ടിട്ട് ഇങ്ങനെ ഇപ്പുറത്ത് കൂടി തിരിച്ച് വരിക. ഇപ്പോഴും വർക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഫാൾട്ടുകളുണ്ട്. ഇപ്പോഴും കുറേ ആളുകൾക്ക് ദൂരത്തു നിന്നും പെട്ടെന്ന് ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ഫാൾട്ടുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 6 വരിപ്പാതയിലൂടെ യാത്ര ചെയ്തിട്ട് എവിടേക്കാണ് പോകേണ്ടത്, കുടുംബക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം ചോദിക്കുക എവിടെയാണ് മെർജിങ് പോയിൻ്റ്, സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് എവിടെയാണ്. നമുക്ക് എത്തേണ്ട സ്ഥലത്തിൽ ഒരു ജംഗ്ഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പായിട്ടുണ്ടാവും അതിൻ്റെ എക്സിറ്റ്. അവിടെ ആ എക്സിറ്റ് കൂടി തന്നെ ഇറങ്ങി കഴിയണം കേട്ടോ. അല്ലാതെ നിങ്ങൾ ആ ജംഗ്ഷൻ്റെ അടുത്തെത്തിയിട്ട് അതിലേക്ക് കയറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 6 വരിപ്പാതയിൽ പിന്നെ എൻട്രിയാണ് കാണുക. ആ എൻട്രിയിലൂടെ വാഹനം പുറത്തേക്ക് സർവീസ് റോഡിലേക്ക് കയറാമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. അവിടെ ക്യാമറ ഒക്കെ ഉണ്ട്. എൻട്രിയിലോട്ട് കൂടി എക്സിറ്റ് അടിക്കേണ്ടടുത്ത് എൻട്രിയിലോട്ട് കൂടി എക്സിറ്റ് അടിച്ചാൽ അത് ഫൈൻ കൊടുക്കും. ക്യാമറ ഒക്കെ എൻട്രി എക്സിറ്റ് ഉള്ളിടത്തൊക്കെ ക്യാമറ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. 6 വരിപ്പാതയിലൂടെ യാത്ര ചെയ്യേണ്ട ആളുകൾ മുൻകൂട്ടി വളരെ തന്നെ അവിടെ പോയരുത്. പോയിട്ടുണ്ടെങ്കിൽ വഴി ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എത്ര ആൾക്കാരപ്പം എന്നോട് വഴി ചോദിച്ചറിയാം. അപ്പോൾ അതൊക്കെ ഒരു മുൻകൂട്ടി ഒരു ധാരണയിലെത്തണം. പെട്ടെന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് ഇതുവരെ വന്ന റൂട്ടിൽ വരുമ്പോൾ, അതായത് പണ്ടുള്ള റോഡിലൂടെ പോയ ആളുകൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൊത്തത്തിലാകെ കൺഫ്യൂഷനായി പോകും. വലിയൊരു റോഡ് വന്നിട്ട് അതിലൂടെ ആ റോഡിലേക്ക് ഇങ്ങനെ നോക്കിക്കല്ലാതെ ഒന്ന് അപ്പുറത്തേക്ക് കടക്കാൻ വെച്ചാൽ കഴിയില്ല. അപ്പോൾ അതായത് നമ്മൾ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കേണ്ട ആൾക്കാർ ചിലപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ച്
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്, വേഗം സർവീസ് റോഡിലേക്ക് ഇറങ്ങുക, യൂ ടേൺ അടിക്കാതെ മുന്നോട്ട് പോവുക. അവിടെ ഒന്നുകിൽ അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കൂടി നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിലേക്ക് കയറാൻ ശ്രമിക്കുക. ആ സർവീസ് റോഡിലൂടെ കയറിയിട്ട് പിന്നെ നമ്മുടെ ആറുവരിപ്പാതയിലേക്ക് പിന്നെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക, സേഫായിട്ട് വാഹനം ഓടിക്കുക. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ മലാപ്പറമ്പിലുള്ള ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പറഞ്ഞ ആ ഫാൾട്ട് NHAI കണ്ടുപിടിച്ച് തിരുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കളിക്കുക, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്താൽ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.